മോർണിംഗ്. സൂറത്തിന്റെ നഗരമധ്യത്തിൽ നിന്ന് നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മളെല്ലാവരും കൂടെ സൂറത്തിൽ കുറച്ച് സ്ഥലങ്ങൾ പോകാനും ഇവിടുത്തെ കുറച്ച് ഫുഡ് ട്രൈ ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ തീരുമാനിച്ചിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ. ഇന്ന് ലാസ്റ്റ് ഡേ ഇൻ സൂറത്താണ്. നമ്മൾ നാളെ തിരിച്ച് ബാംഗ്ലൂരിലോട്ട് പോകുമായിരിക്കും. അമ്മയും അച്ഛനും തിരിച്ച് നാട്ടിലോട്ടായിരിക്കും പോകുന്നത്. യുബി അവിടെ ഭയങ്കര യുദ്ധത്തിലാണ് കേട്ടോ. അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ വഴിയേ പറയാം. അപ്പൊ ഇനി സമയം കളയണ്ട. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ഫെനി മലയാളീസ് പ്രഹസനം. സൂറത്തിന്റെ ഒരു ടോപ്പ് വ്യൂ ആണ് കേട്ടോ ഇത്. നമ്മുടെ ഹോട്ടലിന് ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ നിന്ന് നോക്കുമ്പോഴുള്ള സൂറത്തിന്റെ തിരക്കേറിയ രാവിലെയാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. ഇവിടെ ട്രാഫിക്കിനും അതേപോലത്തെ കാര്യങ്ങൾക്കൊന്നും വലിയ നിയമമൊന്നുമില്ല കേട്ടോ. കാറ് കയറിയ സീറ്റ് ബെൽറ്റ് വലിയ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഹെൽമെറ്റ് വെച്ചിട്ട് ആൾക്കാർ വളരെ കുറവാണ്. ഇന്നിപ്പോ കാണാനുണ്ട് കുറച്ചും കൂടെ, അല്ലാന്നുണ്ടെങ്കിൽ വളരെ കുറവാണ്. ഹെൽമെറ്റും അത്ര നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. അപ്പൊ ഇതാണ് സൂറത്തിന്റെ തിരക്കേറിയ ഒരു റോഡ്. ഈ കാണുന്ന റെയിൽവേ സ്റ്റേഷൻ ആട്ടോ. ഞാൻ പറയുന്നത് എത്ര കേക്ക് ഉണ്ടെന്ന് അറിയില്ല. നമ്മളിപ്പോ ഹോട്ടലിലാണ്. നമുക്കിപ്പോ വീട്ടിലോട്ട് പോകണം. ഇറങ്ങാം. നമ്മളിന്ന് ഒരുമിച്ച് രാവിലെ ഇവിടുത്തെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഓർഡർ ചെയ്യാന്ന് പറഞ്ഞിട്ടേ അവിടെ വീട്ടില് സന്തോഷേട്ടനും സന്ധ്യ ചേച്ചി അമ്മയും അച്ഛനും ഒക്കെ വെയിറ്റ് ചെയ്യാണ്. നമ്മൾ 8 മണിയാകുമ്പോൾ എത്തുമെന്ന് പറഞ്ഞു. അപ്പൊ സമയം 9 മണിയായി. പറയും കഴിഞ്ഞാൽ 9:15 ആകുമ്പോൾ എത്തുമായിരിക്കും. അവർ രാവിലെ ചെറുതായിട്ട് എന്തൊക്കെയോ കഴിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ചെന്നിട്ടാണ്. നമ്മൾ വന്നിട്ട് 2 ദിവസമായെങ്കിലും കാര്യമായിട്ട് നമ്മളിവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല കേട്ടോ. കഴിഞ്ഞ 2 ദിവസം ഇങ്ങനെ കുറച്ച് ഫുഡ് നല്ലതാണെന്ന് കേട്ടതൊക്കെ പോയി ട്രൈ ചെയ്തു. ചില ആൾക്കാർ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴേ കൃത്യമായിട്ട് ഇന്ന സ്ഥലത്ത് ഫുഡ് ഭയങ്കര സ്പെഷ്യൽ ആണെന്നൊക്കെ നോക്കിയിട്ട് അവിടെയൊക്കെ പോയി കഴിക്കുമല്ലോ. അങ്ങനെയുള്ള സ്വഭാവം എനിക്ക് ഒട്ടുമില്ല. ഞാൻ അത്ര വലിയൊരു ഫുഡി അല്ലാത്തതുകൊണ്ട് തോന്നുന്നു. എനിക്ക് ഇന്ന റാൻഡം സാധനങ്ങളോ കഴിക്കണം എന്ന് ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും. അത് കഴിക്കാൻ പറ്റിയേ കഴിക്കില്ലെങ്കിൽ കഴിക്കില്ല. അപ്പൊ ഇന്ന് കുറച്ചും കൂടെ ഒക്കെ ഫുഡ് ട്രൈ ചെയ്യണം. ഇവിടെ ബോംബെ മാർക്കറ്റ് പോകണം. കുറച്ചൊക്കെ സൽവാർ സ്യൂട്ട്സും അതേപോലെ തന്നെ സാരി, അതൊക്കെ നമുക്ക് നല്ല നല്ല റേറ്റിന് കിട്ടുന്ന കുറെ കടകളുണ്ട് പറഞ്ഞ് സാരി എടുത്തു ഞാൻ. അപ്പൊ അതൊക്കെ നമ്മള് ഇന്ന് നോക്കാൻ വേണ്ടി പോവാണ്. അതാണ് ഇന്നത്തെ പ്ലാൻ. നമ്മൾ ഇവിടുന്ന് ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 15-20 മിനിറ്റിന്റെ അടുത്തുള്ള സന്തോഷേട്ടൻ്റെ അപ്പാർട്ട്മെന്റിലോട്ട്. ഇതാണ് നമ്മുടെ ഹോട്ടൽ റൂമിന്റെ താഴെയുള്ള ലോബി. നമുക്ക് ഇവിടുന്ന് ഒരു അരമണിക്കൂറേ ഉള്ളൂ കേട്ടോ സന്തോഷേട്ടൻ്റെ അങ്ങോട്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ രാവിലെ എണീറ്റ് വന്നിട്ട് ലൈം ജ്യൂസ് എടുത്ത് കുടിക്കണം. എനിക്കുണ്ട് വിഷ്ണു പോകെ സ്ഥിരമായിട്ട് ഒരേ ടൈപ്പ് ഓഫ് ടീഷർട്ടും പാൻസും ഇടുന്ന ആളായിട്ട് മാറുന്നു. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ കാണുന്ന വൈറ്റ് ടീഷർട്ടിലും ബ്ലാക്ക് പാൻസിലാണ്. ഇത് ഉറപ്പിച്ചാലോ? അങ്ങനെ വലിയൊരു മേജർ ഡിഫറൻസ് ഉണ്ടാക്കുന്നൊന്നും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കളറിൽ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഇത് ഉറപ്പിച്ചാലോ? എന്നാൽ പിന്നെ ഡ്രസ്സിനെ പറ്റി ചിന്തിക്കണം. സോറി. നമ്മൾ ബുക്ക് ചെയ്ത ക്യാബ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. യുഷി, എനിക്കിവിടെ വന്നതിന് ശേഷം ഇവിടെ അടുത്ത് മാത്രമേ അധികം പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ സംസാരിക്കാറുള്ളൂ. കാരണം ഹിന്ദി കേട്ടാലും മനസ്സിലാവില്ല. എനിക്കതുകൊണ്ട് നമുക്ക് അറിയാത്ത ഭാഷ കേൾക്കുമ്പോഴേ ചീത്ത അറിയണ പോലെ എനിക്ക് ഫീൽ ചെയ്യണം. അതിൻ്റെ ഒരു റിയൽ ഫീൽ എനിക്ക് മനസ്സിലാവണല്ലോ. അപ്പോൾ അതുകൊണ്ട് കാര്യമായിട്ട് അവിടെ സംസാരിക്കാനൊന്നുമില്ല. നമുക്ക് ക്യാമറയിൽ ഇവിടെ അടുത്ത് മാത്രമേ സംസാരിക്കാനുള്ളൂ. ഞാൻ ഈ പറയുമ്പോൾ ഹിന്ദി എല്ലാവരെയും പോലെ ഞാനും പഠിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ ലാംഗ്വേജ് സ്കിൽ പൊതുവെ വളരെ മോശമാണ്. യുവിക്കും അതിൽ യോജിപ്പുണ്ട്. അപ്പൊ ലാംഗ്വേജ് സ്കിൽ വളരെ മോശമാണ്. അതിന്റെ ഭാഗമായിട്ട് ഇംഗ്ലീഷൊക്കെ നമുക്ക് എക്സിസ്റ്റൻസിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പഠിക്കണമല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കുറച്ചറിയാം. ഹിന്ദി ഒരു രക്ഷയില്ല. യുവി പഠിക്കണട്ടോ ഹിന്ദി. യുവിക്ക് ഹിന്ദി അറിയില്ലെങ്കിലും ക്യാബ് ഡ്രൈവറോട് ഭയങ്കര കമ്പനി ആയിരുന്നു കേട്ടോ. ഹൈഫൈ കൊടുത്തും ഫ്ലൈയിങ് കിസ് കൊടുത്തും ഒക്കെ യുവിക്ക് അറിയുന്ന ഭാഷയിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ഇങ്ങോട്ട് വന്നതിൻ്റെ അടുത്ത ദിവസം തൊട്ട് നല്ല കനത്ത മഴയും അതേപോലെ ഫ്ലഡിൻ്റെ അലേർട്ടും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു ദിവസം കൂടെ ലേറ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ഇപ്പോൾ വരാൻ പറ്റില്ലായിരുന്നു. ക്യാബ് കയറിയ ക്യാബ് ഡ്രൈവറായിട്ട്, ബസ് കയറിയ ബസ് ഡ്രൈവറായിട്ട്, പിന്നെ ഫ്ലൈറ്റ് കയറിയ പൈലറ്റിനായിട്ട് ഇവരായിട്ടൊന്നും നമ്മൾ വിടാറില്ല. എന്തൊരു ലോകിയാന്നറിയോ. നമ്മളെ പിന്നെ എന്നെയും വിഷ്ണുവിനും പിന്നെ കണ്ട ഭാവം നടിക്കില്ല. ഫുള്ള് വേറുള്ള ആൾക്കാർക്ക് ഹായ് ഒക്കെ കൊടുത്തിട്ടാണ് യുവി കാറിലും ബസ്സിലൊക്കെ ഇരിക്കുക അല്ലേ. നമ്മളിവിടെ എത്തി. ഇത് സന്ധ്യ ചേച്ചിയുടെയും സന്തോഷേട്ടൻ്റെയും അപ്പാർട്ട്മെന്റ് ആണ്. കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ പറഞ്ഞില്ലേ, ഇതൊരു 20 വർഷം പഴക്കമുള്ള ഒരു അപ്പാർട്ട്മെന്റ് ആണെന്നാട്ടോ എനിക്ക് തോന്നുന്നത്. സന്ധ്യ ചേച്ചി കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വന്ന ഉടനെ തന്നെ അവർ ഈ അപ്പാർട്ട്മെന്റ് വാങ്ങിയിട്ടുണ്ട്. എന്തായാലും ഒരു 15+ ഇയേഴ്സ് ആയിട്ടുണ്ടായിരിക്കും അവർ ഇങ്ങോട്ട് വന്നിട്ട്. ഞാൻ വിഷ്ണുവിനെ കാത്തു നിന്നില്ല, പെട്ടെന്ന് തന്നെ സ്റ്റേസ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ആരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ നമ്മൾ എത്തിയിട്ട് ഓർഡർ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഗുജറാത്ത് സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്യാം. ആരാണിത്? ആരാ യുഷി? ഹലോ, ആണിത്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പാപ്പ തരാം. പാപ്പ യുവിയും ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ടില്ല. പാപ്പ തരാം. മനസ്സിലായി. പാപ്പ തരാം.
അപ്പൊ പിന്നെ നമുക്ക് ടാറ്റ പൊക്കോട്ടെ അവള് പൊക്കോട്ടെ. പാല് കുടിച്ചേ ഉള്ളൂ. ഇന്നെന്താണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ്? ആപ്പിൾ മോട്ട്സും. സന്ധ്യ ചേച്ചനെ കഴിഞ്ഞ വ്ളോഗിൽ മുഴുവൻ അങ്ങോട്ട് പരിചയപ്പെടുത്താൻ പറ്റിയില്ല. വന്ന തിരക്കിൽ മുഴുവൻ പരിചയപ്പെടുത്താൻ പറ്റിയില്ല. സന്ധ്യ ചേച്ചി ഇപ്പൊ 15+ ആയില്ലേ? ഇവിടെ 15 കൊല്ലത്ത് കൂടുതലായില്ലേ സുഹൃത്തിന്റെ? 20 years. നമ്മുടെ ഇവിടുത്തെ ടൂർ ഗൈഡാണ് സന്ധ്യ ചേച്ചി. എല്ലാ സ്ഥലങ്ങളിലും സ്ഥലം പറഞ്ഞാൽ മതി, കൃത്യമായി നമ്മളോട് എത്തിക്കും. ഇന്നത്തെ ഒരു ദിവസത്തെ പ്ലാൻ സന്ധ്യ ചേച്ചി പറയും. ആദ്യം നമ്മൾ കുർത്ത എടുക്കാൻ വേണ്ടി പോകും അല്ലേ? ആ, ഇവിടെ എല്ലാ ടൈപ്പ് ഡിസൈൻ കിട്ടുന്ന ഇവിടെ അടുത്ത് തന്നെ ഉള്ളൊരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞല്ലേ. ഇവിടെ നല്ല പ്രൈസിന് നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് കിട്ടും. അപ്പം അതുകൊണ്ട് ആദ്യം നമ്മൾ കുർത്ത എടുക്കാൻ വേണ്ടി പോവുകയാണ്. അതിനുശേഷം നമ്മൾ ഉച്ചയ്ക്ക് വീട്ടിൽ വന്ന് ചോറ് കഴിക്കും. പുറത്തുനിന്ന് ഇവിടെ ഉണ്ടല്ലോ കുറച്ചധികം ഭയങ്കര ഓയിലി ഫുഡാണ് എല്ലാ നേരം കഴിക്കുകയാണെങ്കിൽ. അതെ. പിന്നെ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ബോംബെ മാർക്കറ്റ്. നമുക്ക് ഇവിടെ നമ്മുടെ അങ്ങനത്തെ കാഞ്ചീപുരം അങ്ങനത്തെ സാരി കിട്ടുമോ ബോംബെ മാർക്കറ്റിൽ? ഉണ്ടോ? അന്ന് പക്ഷെ അത് അധികം നമ്മള് നോക്കിയിട്ടുണ്ടായിരുന്നു. മിറർ വർക്ക് അത് കണ്ട് 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 എനിക്ക് മടുത്തു. അതെ. അത് കഴിഞ്ഞ് വൈകുന്നേരം നമ്മൾ പാനിപൂരി, ദഹിപൂരി, ചൊല്ലബട്ടൂര സാധനങ്ങൾ കഴിക്കാൻ, അതെ അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കാൻ വേണ്ടി പോകും. അതോടുകൂടെ ഞാൻ ഹിന്ദി പഠിക്കും. ഇത് ഉച്ചയ്ക്കുള്ള ചോറ് നമ്മൾ വെച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ലൈറ്റ് ഫുഡ്. അതെ, ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ കാരണം രാവിലെ ഹെവിയാണ്, വൈകുന്നേരം ഹെവിയാണ്. അപ്പൊ ഉച്ചയ്ക്ക് നമ്മൾ വളരെ ലൈറ്റ് ആയിട്ടൊരു ഫുഡ് കഴിക്കണം. അതെ. ഓ, ഗുജറാത്തി നാസ്ത. നാസ്ത എന്നുള്ള ഹിന്ദി വേർഡല്ലേ? ആ, അതാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി പോണേ. സന്തോഷേട്ടനും മേഘും കൂടെ അത് വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇന്നലെ ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. മഴ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റം ഒന്നും അത്ര എന്താ അച്ഛൻ വന്നു പോയത് അച്ഛാ? ഗുഡ് മോർണിംഗ്. അപ്പൊ സന്തോഷേട്ടൻ പറഞ്ഞത് ഇവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റം അത്ര നല്ലതല്ലാത്തത് കാരണമാണ് ഇവിടെ വെള്ളം ഒഴിഞ്ഞു പോകാത്തതെന്ന്. അച്ഛൻ്റെ അഭിപ്രായം എന്താ? അതുകൊണ്ട് ഇന്നലെ നമ്മൾ കുറച്ചു നേരം പുറത്ത് പോയി വന്നപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് കുറച്ചു നേരം മഴ പെയ്തുള്ളൂ, ഒരു 3 മണിക്കൂറൊക്കെ. പക്ഷെ റോഡൊക്കെ ഫുൾ വെള്ളം കെട്ടിയിട്ട് കുറെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, ഡ്രെയിനേജ് ഒക്കെ ഇങ്ങനെ കവിഞ്ഞൊഴുകുന്നുണ്ട്. പക്ഷെ അതിൽ വന്നിട്ട് ഇങ്ങനെ തല മുക്കുക, ഇങ്ങനെ മറ്റേ മേലേക്ക് വെള്ളം, കുഞ്ഞു മക്കൾ കേട്ടോ അറിഞ്ഞൂടാ. ചിലപ്പോൾ അവർ അത് ചെയ്ത് അവർക്ക് വലിയ അസുഖങ്ങളൊന്നും വരുന്നുണ്ടായിരിക്കില്ല. യുവി ഇന്നും അധികം വീട്ടിൽ തന്നെയാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബാച്ചായിട്ട് പുറത്ത് പോകേണ്ട തന്നെ യുവിനെ അധികം നമ്മൾ പുറത്ത് കൊണ്ടുപോകാറില്ല കേട്ടോ. ഈ പറഞ്ഞ പോലെ ചെറിയ മഴയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണുമ്പോൾ യുവി വീട്ടിൽ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ ഇന്ന് ഞാനും സന്ധ്യ ചേച്ചി അമ്മയും കൂടിയാണ് പുറത്ത് പോകുന്നത്. അച്ഛനും വിഷ്ണുവും സന്തോഷേട്ടനും കൂടെ യുവിനെ നോക്കി വീട്ടിലിരിക്കുന്നതാണ് നമ്മുടെ പ്ലാൻ. ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഭയങ്കര പോപ്പുലറായിട്ട് ഗുജറാത്തി നാസ്ത കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പോയി കഴിക്കാനായിരുന്നു ആദ്യത്തെ പ്ലാൻ. പിന്നെ വിചാരിച്ചു എല്ലാവരും കൂടെ പുറത്ത് പോകുന്നതിനൊക്കെ എളുപ്പം ഇങ്ങോട്ട് വാങ്ങിയിട്ട് വരല്ലേ. അപ്പോൾ ദേ മേഘും സന്തോഷേട്ടനും കൂടെ അതൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. രാവിലെ ഗുജറാത്തിലെ ഒരു മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ജിലേബിയും ലഡുവും. ലഡുവും ജിലേബിയും കഴിക്കുക. ഫാഫ്ര ഇതാണോ അത്? എനിക്കിത് ആക്ച്വലി ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നേ. ഞാൻ അങ്ങനെ ഒരുപാട് ഫുഡൊന്നും ട്രൈ ചെയ്യുന്ന ഒരാളല്ല, പക്ഷെ ഇതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. നമുക്ക് ഓരോന്ന് എന്താന്നുള്ളത് കൃത്യമായി പറഞ്ഞു തരും. ഞാൻ ഈ ചപ്പാത്തി കഴിക്കാത്തോണ്ട് ഹിന്ദി അറിഞ്ഞൂടാ, ഈ ഗുജറാത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് മേഘു പറഞ്ഞുതരും. ഇത് ആലുപൂരിയാണ്. ആലുപൂരി. പിന്നെ ഇത് ലോച്ചോ, മിസ്റ്റേക്കൺ ഡിഷോ. അത് പറഞ്ഞാൽ പണ്ട് ഹിസ്റ്ററിയില് ഇറ്റ്സ് ലൈക്ക് അവർ ഖമൻ ഉണ്ടാക്കാനാണ് ആക്ച്വലി അവർ ഉദ്ദേശിച്ചത് ഖമൻ ഉണ്ടാക്കാനാണ്. പക്ഷെ ഏതോ ഇൻഗ്രീഡിയന്റ് ഇങ്ങനെ കൂടിപ്പോയ കാരണം ഫുൾ കൊളാക്കിയിട്ട് ഈ ഡിഷ് ലോച്ചോ. ദിസ് ഇസ് മേഥി ഗോഡ. ഇതൊരു പംകിൻ സാലഡ്, പംകിൻ റോ മാംഗോ സാലഡ്. ഇത് ലോച്ചോ. ഇതെന്താ? ഈ ലോച്ചോ ആണോ ഏറ്റവും ഹിറ്റ് ആയിട്ടുള്ള ഐറ്റം? ഇവിടെ ഏറ്റവും ഹിറ്റ് ആയിട്ടുള്ള ഐറ്റം ആണ് ലോച്ചോ. പിന്നെ ഇത് കൊറേ ഭജിയാസ്, ബട്ടാട്ട വട, ഇതൊക്കെ അറിയില്ല കേട്ടോ. ഇത് സ്വീറ്റ് ആണോ? ഏത്? ഇതോ? ഈ മറ്റേ ചില്ലിയുടെ അടുത്തിരിക്കുന്ന അല്ല, സ്വീറ്റ് അല്ല, ഒരു സോൾട്ടി. ഫാഫ്ഡ സോൾട്ടി സാധനമാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതില് ചേന വെച്ചിട്ടുള്ളതാണ്. ചേനല്ല, കാവത്ത്. ഏതോ കാവത്ത് ബജ്ജി, രത്താലുപൂരി. ഇത് പട്ടാക്കപ്പൂരി. ഇത് പട്ടയ സാധനം കുമ്പണിയോ. ഈ ഫാഫ്ഡയും ഈ ചട്നിയും കൂടെയാണ് കഴിക്കുക. ഈ ഇതിനൊരു വേറെ പ്രത്യേകതയുണ്ട്. കഴിച്ചു കഴിയുമ്പോ ഇതിന്റെ ഒന്നിന്റെ പേര് ഞാൻ പഠിക്കില്ല, ഒരു സാധനത്തിന്റെ ഓർമ്മ ഉണ്ടാവില്ല.
ആക്ച്വലി ഇന്ന് രാവിലെ നമുക്ക് ഗുജറാത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്നുള്ള വെറൈറ്റി ആയിട്ടുള്ള ഐഡിയ സജസ്റ്റ് ചെയ്ത് മേഘുമായിരുന്നു. നമ്മളത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ ഉപ്മാവും ദോശയും ഇഡ്ഡലിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവള് ചോദിച്ചു, നിങ്ങൾ ഗുജറാത്ത് വന്നിട്ടൊരു ഗുജറാത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കായിരുന്നു എങ്ങനെയാണ്? നമുക്ക് തുടങ്ങാം. ഇതിന്റെ അകത്ത് ഇങ്ങനെ കുറെ കുഞ്ഞു കുഞ്ഞു പൂരീസ് കേട്ടോ. ഇതെടുത്തിട്ട് എങ്ങനെയാ കഴിക്കാന്ന് മേഘു കാണിച്ചു തരും. നല്ല എരിവും ബാക്കി മസാലാസും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഗുജറാത്തിൽ വന്നാൽ എല്ലാവരും ഈ ആലുപൂരി ഒന്ന് ട്രൈ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മുളക് വെച്ചിട്ട് നേരെ ജിലേബി കഴിക്കാം. ഇത് ഞാൻ ആദ്യം ചേനയാന്നോട്ടോ വിചാരിച്ചേ. പക്ഷെ നമുക്ക് കിട്ടുന്ന കാവത്തില്ലേ, അതിങ്ങനെ ചെറിയ ചെറിയ സ്ലൈസ് ആയിട്ട് അരിഞ്ഞ് അതിങ്ങനെ ബജ്ജിയുടെ ബാറ്ററിൽ മുക്കി വറുത്തെടുക്കുന്നതാണ് ഇത്. നമുക്ക് ഇത് ആക്ച്വലി കഴിക്കാനൊരു എന്താണ് പറയാ, ഒരു നിയമമുണ്ട്. എന്താണ് ഫാഫ്ഡ എടുത്തിട്ട് നമ്മള് ഈ കാണുന്ന ഇതിലെന്താ പറയാ, കഴിച്ചതിന് ശേഷം നമ്മൾ മുളക് കടിക്കണം, എന്നിട്ട് ജിലേബി കഴിക്കണം. നല്ല കോമ്പിനേഷൻ. കൊള്ളാട്ടോ. ഞാൻ കുറച്ചും കൂടെ എരിഞ്ഞ് അങ്ങനെ വിചാരിച്ചു, അങ്ങനെയല്ല. ഇത് ഉരുളക്കിഴങ്ങ് കേട്ടോ. അതും ഇതേപോലെ ചെറിയ സ്ലൈസസ് ആയി അരിഞ്ഞ് അതിങ്ങനെ ബാറ്ററിൽ മുക്കി എടുക്കുന്നതാണ്. ഇതേപോലത്തെ ഒരുപാട് വെജിറ്റബിൾസ് അവരിങ്ങനെ ബജ്ജിയാക്കി മാറ്റുന്നുണ്ട്. വൈകുന്നേരം ചായയുടെ ഒപ്പം കഴിക്കുന്ന സാധനങ്ങൾ. പക്ഷെ ആലുപൂരി ടേസ്റ്റ് ഇല്ല. അങ്ങനെ നാസ്തൊക്കെ കഴിച്ച് പുറത്തു പോകുന്നതിൻ്റെ മുന്നേ ചെറിയൊരു സംഗതി നടന്നു കേട്ടോ. അച്ഛൻ ചെറുതായിട്ടൊന്ന് ലിഫ്റ്റ് കുടുങ്ങി, ആരോടും പറയണ്ട. ചുമ്മാട്ടോ, അങ്ങനെ വലിയ സീരിയസ് സീനൊന്നും ആയിരുന്നില്ല. കുറച്ചു നേരം ഒന്ന് ലിഫ്റ്റിൽ സ്റ്റക്കായി. പക്ഷെ അതിനുശേഷം നമ്മൾ വളരെ തന്ത്രപൂർവ്വം അച്ഛനെ ചെറുതായി ലിഫ്റ്റിലൊന്ന് കുടുങ്ങി. ഇവിടെ ഉണ്ടല്ലോ, ഈ ലിഫ്റ്റ് അവര് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. 1-2 തവണ ഇഷ്യൂ വന്നിട്ട് ഇപ്പൊ അത് കറക്റ്റ് അച്ഛൻ അതിൻ്റെ അകത്ത് പെട്ടു. വലിയ സീനില്ലാന്നാ പറഞ്ഞത്. 1-2 തവണ മുന്നേ ഇങ്ങനെ ഉണ്ടായ സമയത്തും സെക്യൂരിറ്റി വന്ന് മാനുവലായി തിരിച്ച് താഴെ ഇറക്കുന്ന കുറച്ചൊരു സമയം എടുക്കുന്ന പരിപാടിയാ. അപ്പോ അമ്മ അറിഞ്ഞോ, അച്ഛൻ ലിഫ്റ്റിൽ കുടുങ്ങി. അച്ഛൻ ലിഫ്റ്റിൽ അപ്പോഴും സെക്യൂരിറ്റി വന്ന് മാനുവലായിട്ട് തിരിച്ചൊക്കെ ഇറക്കാൻ നോക്കുക. പ്രശ്നമൊന്നുമില്ല, ചില്ല, റിലാക്സ് ചെയ്തിരിക്കുക. അങ്ങോട്ട് ഇറങ്ങി ഓടുന്ന കുർത്ത സാരി എന്നൊക്കെ കേട്ടപ്പോ ഇരുന്നോടത്തൊന്ന് ചാടി ഇറങ്ങി ഓടുക. നിങ്ങൾക്ക് എന്താ വാങ്ങിക്കണ്ടത്? എന്താ വാങ്ങിക്കണ്ടത്? അപർണയുടെ കല്യാണത്തിന് പറ്റുന്ന സാരികൾ കിട്ടുമെന്ന് നോക്കണം എന്നാണ് അമ്മ പറയണത്. കാഞ്ചീപുരം കിട്ടുമെന്ന് അറിയില്ല, പക്ഷെ എന്നാലും മറ്റേ ഡിസൈനർ വേസ് ഒക്കെ അവിടെ ചിലപ്പോൾ നല്ലത് കിട്ടുമായിരിക്കും. അത് നോക്കണം എന്നാ പറയണത്. പിന്നെ വെറുതെ ഒരു 4-5 കുർത്തയൊക്കെ അങ്ങോട്ട് വാങ്ങിക്കാം അല്ലേ. അച്ഛൻ ഇവിടെ ഇടയ്ക്ക് വന്നു പോകുമ്പോൾ ഒരുപാട് കുർത്തകൾ വാങ്ങി കൊണ്ടുപോകാറുണ്ട് നല്ല സന്ധ്യ ചേച്ചി പറഞ്ഞു. അമ്മയ്ക്കെല്ലാം കിട്ടാറുണ്ടോ? ചിക്കൻ കറി കുർത്തയൊക്കെ വാങ്ങി പോയി എന്നൊക്കെ പറയണ്ടേ. അത് ശരി, അപ്പൊ എനിക്ക് മാത്രമേ ഒന്നും കിട്ടത്തുള്ളൂ. അച്ഛൻ കുറച്ച് ട്രെൻഡിങ് ഐറ്റംസ് വാങ്ങിയപ്പോ അമ്മയ്ക്ക് അമ്മയുടെ സ്റ്റൈലായില്ലാന്ന്. ഞങ്ങൾക്ക് ഇങ്ങനെ പാരമ്പര്യമായിട്ട് ദാഹിക്കുമെന്നും വിശക്കുമെന്നും പേടിയുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഇറങ്ങാന്ന് പറഞ്ഞപ്പോ അമ്മ ഇറങ്ങി ഓടിയത് ഡ്രസ്സ് ചെയ്യാനായിരുന്നില്ല, ചോറ് കഴിക്കാനായിരുന്നു. ഇത് ശരിക്കുള്ള ടെൻഷനാട്ടോ. എനിക്കുണ്ടോ എങ്ങോട്ടെങ്കിലും പോകുമ്പോ ഫുഡ് കിട്ടിയില്ലെങ്കിലോ വെള്ളം കിട്ടിയില്ലെങ്കിലോ അതേപോലെ ടോയ്ലറ്റ് നടന്നു കിട്ടിയില്ലല്ലോ ടെൻഷൻ. അപ്പൊ അതുകൊണ്ട് പോണതിന്റെ മുന്നേ അതൊക്കെ സേഫ് ആക്കിയിട്ട് ഇറങ്ങാറുള്ളൂ. ഇതാണ് മേഘു. എന്തോ അങ്ങോട്ടാണ്. ഓക്കെ, ഇതാണ് മേഘു. നേരത്തെ നമുക്ക് ഗുജറാത്തി നാസ്തയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തിയതാട്ടോ. അപ്പോൾ മേഘു ഞാനിപ്പോൾ ആക്ച്വലി കുറേ കൊല്ലത്തിന് ശേഷമാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 6 കൊല്ലൊക്കെ എന്തായാലും ഉണ്ടായിരിക്കും അല്ലേ. ഞാനിവിടെ ഇത്ര വലുതായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇതിൻ്റെ ഇടയിൽ 1-2 ഇങ്ങനെ ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് അച്ഛനും അമ്മയും മേഘും ഒക്കെ മീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ലാസ്റ്റ് ടൈം ഇവിടെ വന്ന സമയത്തുണ്ടല്ലോ, ഈ ബോംബെ മാർക്കറ്റിലും അതേപോലെ തന്നെ ഇപ്പം നമ്മൾ പോണ കുർത്ത ഷോപ്പിങ്ങിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് പക്ഷെ അത്ര ഓർമ്മ കിട്ടുന്നില്ല ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയത്. അന്ന് ഞാൻ വന്ന സമയത്ത് ഇവിടെ മറ്റേ നവരാത്രിയുടെ സമയമായിരുന്നു. എനിക്കിതൊരു നവരാത്രിയുടെ ഒരു ഡ്രസ്സൊക്കെ എനിക്ക് ഇവർ ഒപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഒരു മെറൂൺ കളർ. എൻ്റെ എല്ലാ ഫോട്ടോ ഗ്രീനും മെറൂണും കൂടി മിക്സ് ആയിരുന്നു. യാ, അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോന്റെ ഇടയിൽ മേഘു നമുക്ക് വേണ്ടി വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം എന്ന് എങ്ങനെ ഹിന്ദി പറയാ? वेलकम टू yet another episode of तनी मलयालीस प्रहसन. तनी मलयाली के अगले एपिसोड में आप सबका स्वागत है. ഓക്കെ, അപ്പൊ നടുവില് ഞാൻ ഹിന്ദിയിൽ വളരെ മോശമാണ്. ഞാൻ വീണ്ടും പറയണം. ഞാൻ ഇപ്പൊ പുറത്ത് പോകുമ്പോ
ഇവരെ എടുത്തോണ്ട് പറയുന്നോ യെസ് പറയുന്നു. നമ്മളിപ്പോ ഒരു ഡയറ്റ് കോക്ക് മേടിക്കാൻ വേണ്ടി പോവാ. എല്ലാ ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോഴും മേഘുനൊരു ഡയറ്റ് കോക്ക് കുടിക്കണം. അപ്പൊ അതിന്റെ സമയം ഇപ്പൊ കൈ വറക്കാൻ വേണ്ടി തുടങ്ങി. അതുകൊണ്ട് ഡയറ്റ് കോക്ക് വാങ്ങിക്കാൻ ഇറങ്ങിയതാ. അപ്പൊ cheers. രാവിലെ നല്ല അടിപൊളി ഫ്രൈഡ് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഹെൽത്തി ആയത് കാരണം നമ്മൾ ഡയറ്റ് കോക്ക് കുടിക്കുകയാണ്. നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് സ്കിന്നിന് എന്താ പറ്റിയെന്നുള്ളത്. എനിക്ക് എപ്പോഴും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ വെതർ ചേഞ്ച് കാരണം കുറച്ച് സമയം എടുക്കാറുണ്ട് കേട്ടോ സ്കിന്നൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ വേണ്ടി. അപ്പോൾ ഇപ്പോൾ കണ്ടോ ക്ലോസപ്പിൽ കുറച്ച് ഇങ്ങനെ പിമ്പിളിൻ്റെ ഇഷ്യൂ, കുറച്ച് റെഡ്നെസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഒരു 1 മന്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ശരിയാവും. പിന്നെ അതേപോലെ തന്നെ ഡാർക്ക് സർക്കിളിൻ്റെ കാര്യം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും അത്ര ഡാർക്ക് സർക്കിൾസ് എനിക്കില്ല കേട്ടോ. ഒന്ന് ഞാൻ ഇവിടെ ഒരു പുതിയ കാജൽ ട്രൈ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കണ്ണിൻ്റെ അടിയിൽ മുഴുവൻ അങ്ങോട്ട് ഭയങ്കര സ്പ്രെഡാവും. പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ഡാർക്ക് സർക്കിൾ ഉണ്ടാവും. അതിൻ്റെ ഒപ്പം അവിടെ ഇവിടെയും വെച്ച് നോക്കുമ്പോഴേ അവിടുത്തെ സൺലൈറ്റ് കുറച്ചും കൂടെ സോഫ്റ്റും ഇവിടുത്തെ സൺലൈറ്റ് കുറച്ചും കൂടെ നമ്മുടെ ഹാർഷായിട്ട് അടിക്കുന്ന കാരണം മുഖത്തെ എല്ലാ വൃത്തികേടും ക്ലിയർ ആയിട്ട് കാണുന്നതാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഒരു മയം വേത്തി തരും മുഖത്തിന്. അപ്പോൾ ആ ഡിഫറൻസാ തോന്നണം. അപ്പോൾ ചേഴ്സ്, നമുക്കൊരു ഹെൽത്തി ഡയറ്റ് ഒക്കെ കുടിച്ചിട്ട് വരാം. അമ്മയും സന്ധ്യ ചേച്ചിയും കൂടെ എത്തിയിട്ടുണ്ട്. നമ്മൾ പോവാണ്. ഇവിടുന്ന് ഓട്ടോ എടുക്കാതെ ദൂരമല്ലേ ഉള്ളൂ. ഞാനൊരു കാര്യം ആക്ച്വലി പറയാൻ മറന്നിരുന്നു. സന്ധ്യ ചേച്ചിയും രാധിക ചേച്ചിയും ഒരു പാർട്ട്ണറും കൂടെ ഒരു കുർത്തി ബിസിനസ് സ്റ്റാർട്ട്. കുർത്തിയല്ല, 3 പീസും കോഡ് സെറ്റും കുർത്തീസും എല്ലാം ഉണ്ട്. സൂറത്തി സ്പെഷ്യൽ ഫാഷൻ അല്ലേ. ഇവരിവിടെ പ്രോപ്പറായിട്ട് നല്ലോണം മാർക്കറ്റ് അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് മാർക്കറ്റിലൊക്കെ പോയി അന്വേഷിച്ച് നല്ല അഫോർഡബിൾ റേറ്റിലുള്ള നല്ല അടിപൊളി ആവുന്ന രീതിയിലുള്ള ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ സന്ധ്യ ചേച്ചിയൊപ്പം പോയി കഴിയുമ്പോൾ ഇവിടെ എല്ലാ ഉള്ളിക്കുള്ള കാര്യങ്ങളും സന്ധ്യ ചേച്ചിക്ക് അറിയാം, ഏത് മാർക്കറ്റാണ് എന്താന്നുള്ളത്. അപ്പൊ ഇവിടുത്തെ സ്പെഷ്യൽ ഫാഷൻസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഏതാണ് സന്ധ്യ ചേച്ചി പേജ്? SRG സന്ധ്യ രാധിക ഗ്രീഷ്മ. അപ്പോൾ നിങ്ങളൊന്ന് താല്പര്യമുള്ളവരെ കയറി നോക്കുക അല്ലേ. അതെ, ഫോളോ ചെയ്യുക. ഇഷ്ടപ്പെട്ട ഡിസൈൻസ് ഒക്കെ വാങ്ങിക്കുക. അമ്മ വാങ്ങിയ എന്തെങ്കിലും? ഞാൻ വാങ്ങിയിട്ടില്ല. ഞാനിങ്ങനെ ഒന്നിന്റെ വീഡിയോ ഒക്കെ നോക്കി ഞാൻ വാങ്ങണം ഇങ്ങനെ ആലോചിച്ചു. അമ്മ പറയണ്ടായിരുന്നു 1-2 വാങ്ങിക്കണം. ഒരുപാട് ഇറക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു സന്ധ്യനോട് അങ്ങനെ വാങ്ങണം എന്ന തിരക്കിൽ. അമ്മ അവിടുന്ന് വരുമ്പോ പറയണ്ടായിരുന്നു വാങ്ങിയിട്ടില്ല, വാങ്ങിക്കണം എന്നുള്ളത്. അപ്പൊ നിങ്ങൾ കയറി നോക്കാം. SRG. ഫസ്റ്റ് നമ്മൾ അടുത്ത് തന്നെയുള്ള ഒരു എക്സിബിഷനിലോട്ടാണ് പോകുന്നത് കേട്ടോ. ഒരുപാട് ദൂരമൊന്നുമില്ല, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. എന്നാലും നമ്മളൊരു ഓട്ടോ പിടിച്ച് പോകാമെന്ന് വിചാരിച്ചു. സൂറത്തിൽ വന്നിട്ട് ഒരു ഓട്ടോ റൈഡ് എന്തായാലും എടുക്കണം എന്നുള്ളതാണ് ഞാൻ പലരും പറഞ്ഞു. പിടിച്ച ഓട്ടോറിക്ഷ നമ്മൾ അങ്ങനെ ഇവിടെ എത്തി. ഇതൊരു എക്സിബിഷൻ പോലെയാണ് കേട്ടോ. പക്ഷെ ഇതിങ്ങനെ പെർമനന്റ് ആയിട്ട് ഇവിടെ എക്സിബിഷനാണ്. അപ്പൊ ഇതിന്റെ അകത്ത് ജസ്റ്റ് ഡ്രസ്സ് മാത്രമല്ല, നല്ല ഭംഗിയുള്ള ചെരുപ്പുകള്, അതേപോലെ തന്നെ കുർത്ത, ഡെക്കോർസ്, അങ്ങനത്തെ ഒരുപാട് നല്ല സാധനങ്ങളുണ്ട്. ഇപ്പം മഴയാവുകൊണ്ടെന്ന് പറയുന്നു സന്ധ്യ ചേച്ചി. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ റോഡിന്റെ 2 സൈഡിലും ഇവിടെ തൊട്ട് അവിടെ വരെ ഇങ്ങനെ പല പല കുഞ്ഞു കുഞ്ഞു സ്റ്റോളുകൾ ഉണ്ടാവാറുണ്ട്. ഇത് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഗംഭീരമാണ് കേട്ടോ. നല്ല രസമുണ്ട്. കയറി ഉടനെ തന്നെ ഭയങ്കര പോസിറ്റീവ് വൈബ് അടിച്ചു. ആ വൈബ് ഭയങ്കര ആവശ്യമാണ് നമുക്ക് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനൊരു ചിക്കൻ കറി എടുക്കാൻ വേണ്ടി പോവാണേ. ചിക്കൻ കറി എപ്പോഴും കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യം എവിടെ പോയി കഴിഞ്ഞാലും. എൻ്റെ ഉണ്ടോ ചിക്കൻ കറി കുർത്ത? ഷോർട്ട് കുർത്തി ഉണ്ടോ? നല്ല രസമുണ്ട് കേട്ടോ ഇതിന്റെ വർക്ക്. എനിക്ക് കോഫി ബ്രൗൺ ഈ കളറല്ല ശരിക്കും. ഇത് കുറച്ചും കൂടി ഒരു കോഫി ബ്രൗൺ ആണ്. അത് ഇതില് നേരം പോലെ കാണാനില്ല. ഇതിൽ ഈ കളർ നോക്ക്. കുറച്ചും കൂടി അല്ലേ? ഇങ്ങനെ എടുത്തോട്ടോ. അമ്മ എന്താ അടുത്ത? മാക്സിയുടെ കളറാണത്. ഇടിവെട്ട് കളർ. ഇതെനിക്കിഷ്ടമായി. എനിക്ക് കുറച്ച് ലൈറ്റ് കളേഴ്സ് എപ്പോഴും ഇഷ്ടം. അമ്മയാണെങ്കിൽ ബ്രൈറ്റ് കളറിന്റെ ആളാ. ചുവപ്പ്, മഞ്ഞ, പച്ച വിട്ടിട്ടൊരു കളിയില്ല അല്ലേ. അമ്മമ്മയ്ക്കൊരു മാക്സി എടുത്താലോ? എന്നാ വരൂ, മാക്സി എടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് വേണ്ടത്ര മുഴുവൻ അങ്ങോട്ട് വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അച്ഛൻ്റെ പോക്കറ്റിന് ചെറുതായിട്ട് ഇസ്കിട്ടൊക്കെയാണ് നമ്മളന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു 8-9 കൊല്ലം മുന്നേ അല്ലേ. അതുകൊണ്ട് ഇത്തവണ നല്ലോണം മനസ്സറിഞ്ഞ്. ഇനി മൽച്ചന്തേരി വീട്ടിലില്ല എന്നുള്ളൊരു പ്രശ്നം ആർക്കും പാടില്ല. എല്ലാവരും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? അതെ, വയറ് നിറച്ചെടുത്തിട്ടുണ്ട്. അമ്മയ്ക്ക് മൽച്ചന്തേരി ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ വൈബല്ലാത്ര അത് രസം പോരാന്ന്. ചിക്കൻ കറി ഞാൻ മുന്നേയും ഓൺലൈൻ നോക്കിയപ്പോൾ നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെയും റേറ്റ് അധികം കോംപ്രമൈസ് ചെയ്യാതെ തോന്നിയത് ചിക്കൻ കറിക്ക് തന്നെയാണ്. പക്ഷെ ഒരുപാട് നല്ല കളേഴ്സും കാര്യങ്ങളും ഉണ്ട്. അത് ഇട്ട് കഴിഞ്ഞൊരു പ്രത്യേക ഭംഗിയല്ലേ എപ്പോഴും. നമ്മൾ അമ്മമ്മയ്ക്കൊരു മാക്സി നോക്കാൻ വേണ്ടി വന്നതാണ്. അമ്മമ്മേണ്ടി ഞാൻ വന്നോടനെ ചോദിച്ചു എന്താ വേണ്ട അമ്മമ്മയ്ക്ക്. ഈ ഒരു മാക്സി വാങ്ങി തന്നാളാന്ന് പറഞ്ഞു അമ്മമ്മ. അമ്മമ്മയ്ക്ക് ഇപ്പോൾ മാക്സിയാണ്.
ഫുൾ അമ്മമ്മ ഉപയോഗിക്കണേ. അപ്പോൾ അതുകൊണ്ട് മാക്സി ഇപ്പം എത്ര കിട്ടിയാലും തികയില്ലാന്നാണ് അമ്മമ്മ ഞാൻ വന്നപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് 2-3 മാക്സി ഒക്കെ അങ്ങോട്ട് വാങ്ങിക്കാം. ഇതെന്താ സംഗതി? ഇത് മറ്റേ വേസ്റ്റിന്റെ മുകളിൽ തൂക്കും നമ്മള്. മറ്റേ നവരാത്രിക്ക് വെക്കുന്നതാണോ? ഇങ്ങനെ കന്തോടി അങ്ങനെ സാരി എടുത്താലും വെക്കുമോ? വെക്കും നോർമലായിട്ട്? നോർമലായിട്ടും വെക്കും. അപ്പൊ ഇങ്ങനത്തെ വല്ലതും ആയിരിക്കും ചെറുത് വെക്കും. ഈ എൻ്റെ എക്സിബിഷനിൽ ഈ ഒരൊറ്റ ജ്വല്ലറിയുടെ സ്റ്റോളാട്ടോ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നേ. ഈ പറയുന്ന പോലെ കുറച്ച് ഓക്സിഡൈസ് സിൽവറിലോട്ടും ഗോൾഡിലോട്ടും സിൽവറിലോട്ടും എല്ലാം വരുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് കുറച്ച് വാങ്ങി. കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഷോപ്പിൽ പോയി കണ്ട് മനസ്സിലാക്കി അറിഞ്ഞും കൊണ്ട് കുറച്ച് ജ്വല്ലറീസ് എടുക്കുന്നത്. നമ്മളെപ്പോഴും ഇങ്ങനെ ചിക്കൻ കറിയുടെ ഒപ്പം പെയർ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? നല്ല ഹെവി ആയിട്ടുള്ള ജുംകാസും സിൽവർ കളറിൽ വരുന്ന അതേപോലെ നല്ല ബാംഗിൾസും ഒക്കെ. അപ്പം അങ്ങനെ പെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ എടുത്തത്. ഓ, ഇങ്ങനത്തെ മാലയ്ക്ക് എന്ത് രസാ അല്ലേ? നല്ല ഭംഗിയുണ്ട് ഇങ്ങനത്തെ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ജ്വല്ലറീസ്. ഇവിടെ ഉണ്ടല്ലോ നമുക്കിവിടെ മിൽക്ക് ഷേക്കിന്റെ അതേപോലെ തന്നെ ചിക്കൻ എല്ലാത്തിന്റെ മാരിനേഷന്റെയും പൗഡേഴ്സ് ഉണ്ട്. അപ്പൊ അത് വാങ്ങിക്കുന്നതിന്റെ മുന്നേ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വാങ്ങിയാൽ മതി. മറ്റേ ബട്ടർ സ്കോച്ച് ഐസ്ക്രീം മെൽറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടി പാലും കുറച്ചും കൂടി ഷുഗർ ഇട്ട് കഴിഞ്ഞാൽ പോലെയുണ്ട്. ഇത് ടേസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടല്ലോ. ഇവിടെ അതേപോലത്തെ അതിന്റെ പൗഡേഴ്സ് ഉണ്ട്. ഞാൻ 2 ഓൾ ടൈപ്പ് മാരിനേഷൻ വാങ്ങി, കുറച്ച് സ്പൈസിയിൽ വരുന്ന. കുടിച്ചിട്ട് പോയാ മതിയെന്ന്. ട്രൈ ചെയ്ത് നോക്ക്, നല്ല ടേസ്റ്റ് ഉണ്ട്. അച്ചാർ വാങ്ങിക്കാനേ. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. ചൂണ്ടക്കാണോ അത്? ചൂണ്ടക്ക ഇവിടെ ഇഷ്ടം പോലെ. മറ്റേ പാണ്ടിപ്പടയില് ടേസ്റ്റ് ചെയ്യുന്നില്ലേ ദിലീപ്, അതേപോലെ എനിക്ക് ഇവരിങ്ങനെ സ്പൂണിലാ തരാം കേട്ടോ. ബേറ്റ്സ് പിക്കിള് പോലെ, പക്ഷെ വാങ്ങി നല്ല ടേസ്റ്റ് ഉണ്ട്. വേണോ വേണ്ടേന്ന് ആലോചിച്ചോണ്ടിരിക്കുക കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലെ പൂരത്തിന്റെ കട പോലെ ഉണ്ട് അല്ലേ? നല്ല രസമുള്ള ടോയ്സ് ഒക്കെ ഇട്ട്. ട്രെയിൻ ലീക്കാവോ? വിഷ്ണുവിന്റെ അമ്മയ്ക്ക് 2 അച്ചാർ വാങ്ങിക്കാൻ അല്ലേ? ഡേറ്റ്സും നല്ല എരിവും കിട്ടുന്നുണ്ട്. അപ്പൊ എന്റെ ഡ്രസ്സിൽ അച്ചാറായി. എന്റെ പുതിയ ഡ്രസ്സായിരുന്നു ഇത്. അമ്മ അലക്കി റെഡിയാക്കി തരും. അമ്മ മിടുക്കിയാണ് വെള്ള വസ്ത്രം ഹാൻഡിൽ ചെയ്യാൻ. ടേസ്റ്റ് വരെ സന്ധ്യ ചേച്ചിക്ക് വയ്യ. ഇതെന്തായാലും എടുക്കാം. ഇതൊരു ഗാർലിക്കും മിന്റും എല്ലാം കൂടെ ഉള്ളതാണ്. ഇത് ജാഗറി എരിവിൽ എന്തൊക്കെയോ ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കും മേഘു. വയറ് കേടിരുന്നല്ലേ? അമ്മ എന്നെ ബാക്കിൽ നിന്ന് പിന്തിരിപ്പിച്ചോണ്ടിരിക്കുക. ആ, ഞങ്ങൾ മറ്റേ വയറും വയ്യാത്ത ഫാമിലിയാണ്. അതുകൊണ്ട് അമ്മ എല്ലാം വയറിന്റെ ആംഗിള് വെച്ചാർന്ന കാണുള്ളൂ. എത്ര വിനീഗർ ഉണ്ട്, എത്ര പച്ചമുളക് ഉണ്ട്. എന്നെ പിന്തിരിപ്പിച്ചോണ്ടിരിക്കുക. ഇവിടെ മറ്റേ പാണ്ടിപ്പടയില് ശരിക്കും നീ സീൻ കണ്ടിട്ടുണ്ടോ? നിനക്ക് പാണ്ടിപ്പട പടം അറിയോ? പാണ്ടിപ്പടയില് മറ്റേ ദിലീപ് ടേസ്റ്റ് ചെയ്യുന്ന ഒരു സീനില്ലേ അച്ചാറ്? അവസ്ഥയില നമ്മള് എന്തൊരു, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് അത്. സ്വീറ്റ് തരും ഒപ്പം അവര് വായ ശരിയാവാൻ വേണ്ടിയിട്ട്. ഗ്രീൻ വാല വീട്ടിലുള്ള അച്ചാറമ്മ എനിക്ക് തരില്ല. ഞാൻ വന്നാ വിഷ്ണുവിന് കൊടുത്തിട്ട് അമ്മ അടച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കും. തൈര് വെച്ചാല് ഇവിടുത്തെ തൈര് പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. നല്ല കട്ടി തൈര്. നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എന്റെ ഇവിടുത്തെ കഴിപ്പ് എന്താണെന്നറിയോ? ഇന്ന് രാവിലെ ഗുജറാത്തി നാസ്ത, പിന്നെ ഒരു ദിവസം നമ്മൾ പോയിട്ട് വെജിന്റെ ഒരു ബുഫേ പോയി. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയധികം ആൾക്കാർ വെജ് കഴിക്കാൻ വേണ്ടി ഒത്തുകൂടുന്ന ഞാൻ കണ്ടു. ഇവളെ കണ്ടില്ല മട്ട അവിടെ എല്ലാം പാനിപൂരി, ബേൽപൂരി, മസാലപ്പൂരി, എല്ലാ പൂരികളും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കറിയാൻ പാടില്ല ഇത്രയും പച്ചക്കറികൾ ഇങ്ങനെ വെറൈറ്റിയിൽ പ്രസന്റ് ചെയ്യാൻ എനിക്ക് എന്നാ മനസ്സിലായത്. പക്ഷെ ഇതൊക്കെ കഴിച്ച അവസാനം നല്ല ജിലേബി ലഡും ഒക്കെ അടിച്ച് കയറ്റിയിട്ട് നമുക്ക് ഏറ്റവും തടിച്ച് ആദ്യം മനസ്സിലാവാന്ന് പറയുന്നത് നമ്മുടെ റിംഗ് ഒക്കെ നമുക്ക് ടൈറ്റായി തുടങ്ങുമെന്ന് പറയും. ഇത് നൂരാൻ നോക്കി നോക്ക്. ഇത് എൻ്റെ മറ്റേ ഫിറ്റ്നസ് റിംഗ് ആണ്. ഇത് വളരെ ഈസി ആയിട്ട് ഞാൻ ഇട്ടിരുന്നതാണ്. എനിക്കിപ്പോൾ ഇടുന്ന സ്ഥലം എനിക്ക് ചൂടെടുക്കുന്നു അത്ര ഞാൻ കഴിച്ചിട്ടുണ്ട്. ചെന്നിട്ട് വേണം ജിലേബി ലഡും വീണ്ടും കഴിക്കാൻ. 2 ദിവസം കൂടെ കിട്ടുള്ളൂ. അത് കഴിച്ചിട്ട് നമുക്ക് ഇപ്പം എൻ്റെ ഡയറ്റിംഗ് ഉണ്ടല്ലോ അങ്ങനെ പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയായിട്ടുണ്ട്. പക്ഷെ ഞാൻ നാട്ടിലുള്ള സമയത്ത് അത്യാവശ്യം നോക്കിയിട്ടാണ് കഴിക്കണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് കഴിക്കണ്ടായില്ല. പിന്നെ ഇവിടെയൊക്കെ വരുമ്പോഴല്ലേ നമ്മളിത് കഴിക്കുള്ളൂ. പിന്നെ പക്ഷെ നല്ലോണം വർക്ക്ഔട്ട് ചെയ്യുന്ന പറയുന്നുണ്ടായിരുന്നു സന്ധ്യ ചേച്ചി അല്ലേ? ഹെൽത്തി ഫാമിലിയാണ്. അപ്പോൾ ഇവൾക്കൊന്നുമില്ല കേട്ടോ. ഇവൾ ട്യൂഷനിൽ പോക്ക് മാത്രമല്ല.
അതിപ്പോ തൽക്കാലം നമ്മൾ വന്ന് പ്രമാണിച്ച് നിർത്തിയിട്ടുണ്ട്. ആണോ മരത്തിൽ ചെയ്താ? ഇതാ മറ്റേ ഗാർഡനിൽ വെക്കണ വാട്ടർ. ഇതെടുക്ക നീ വീട്ടിലേക്ക്. അത് റെനോവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓൾറെഡി. ആ നല്ല ഭംഗിയുണ്ട്. ഇവർക്ക് വട്ടംകുളത്ത് 2 നിലയിലുള്ള ഒരു വലിയ വീടുണ്ട്. അത് റെനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യണം. സെപ്റ്റംബറിൽ സ്റ്റാർട്ട്. നല്ല അയ്യോ ഈ ഗണപതി നല്ല രസമുണ്ട് കേട്ടോ. ഇത് നോക്കൂ. പക്ഷെ ഒരു കലിപ്പിലിരിക്കുന്ന ഗണപതി അല്ലേ? ആ ഭയങ്കര ഗൗരവമുണ്ട് ഗണപതി. നല്ല ഭംഗിയില്ലേ അത്? അത് നല്ലതായിരിക്കും അമ്മ. നമ്മുടെ ഇങ്ങനെ ഫുൾ ബ്ലാക്ക് ഇല്ലല്ലോ. രസം ഉണ്ടാവും തോന്നുന്നു. ഞാൻ ഈ ഒരു കുർത്ത മേടിച്ചു കേട്ടോ. ഈ ഒരു മെറ്റീരിയൽ കണ്ടാൽ കൂടുതലും മേടിച്ചത്. ഭയങ്കര സുഖം. ജയ്പൂരി കോട്ടണോ? ജയ്പൂരി കോട്ടൺ. നെക്കും ഒക്കെ രസമുണ്ട്. നമ്മൾ അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങുകയായി. ഇവിടെ ഓരോ സ്റ്റോളും ഓരോ സ്ഥലത്തുനിന്നാട്ടോ. ജയ്പൂർ, ലക്നൗ, കശ്മീരി, അങ്ങനെ ഓരോരോ സ്ഥലത്തെ സ്റ്റോളാണ് ഓരോന്ന്. അപ്പോൾ ഡ്രസ്സുകൾക്കും ഭയങ്കര അധികം വെറൈറ്റി ഉണ്ട് ഓരോരോ സ്റ്റോളിൽ നിന്ന് മറ്റേക്ക്. ഞാൻ ഭയങ്കര ടയർഡായതുപോലെ കാണാൻ. ഡ്രസ്സ് കണ്ടു ബോധം പോകാനായതാണ് ഒരുപാടെണ്ണം കണ്ടിട്ട്. ഇത് ഞാൻ ഓട്ടോയിൽ കയറിയതാണോ അതോ അമ്യൂസ്മെന്റ് പാർക്കിൽ പോയിട്ട് വല്ല റൈഡ് കയറിയതാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിട്ടോ. ഒരു 10 മിനിറ്റ് എന്നെ പടച്ചോനെ കാത്തോളണേ എന്ന് പറഞ്ഞിട്ട് ഇരിപ്പായിരുന്നു. ഫുൾ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ബാർഗെയിനിങ്ങിന്റെ മുകളിലാട്ടോ. അത്രയും ഞാൻ യൂസ്ഡ് ആയിട്ടില്ല. പക്ഷെ ഇവിടെ എല്ലാ കാര്യത്തിനും ഇന്ന ആൾക്കാരൊന്നല്ല, എല്ലാ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ബാർഗെയിൻ ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചെത്തി. ഇനി നമ്മുടെ പ്ലാൻ ഉച്ചയ്ക്ക് ശേഷം ബോംബെ മാർക്കറ്റിൽ പോകാനാണ്. ബോംബെ മാർക്കറ്റിൽ മുന്നേ നമ്മൾ പോയിട്ടുണ്ട് കേട്ടോ. മുന്നേ ഞാൻ അവിടെ വന്ന സമയത്ത് അന്ന് എനിക്ക് ഈ വൈറ്റ് സാരീസിൽ നല്ല സ്റ്റോൺ വർക്ക് ഒക്കെ ആയിട്ടുള്ള ഉണ്ടാവുമല്ലോ, നല്ല വൈബ്രൻറ്റ് കളേഴ്സിൽ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് അച്ഛനോട് വാങ്ങിച്ചു തരാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ പറയുക, അച്ഛൻ ഒരു സാരി എന്തോ വാങ്ങിച്ചു തന്നു. പക്ഷേ എനിക്കതല്ലായിരുന്നു വേണ്ടത്. കുറച്ചൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു വേണ്ടത്. പക്ഷെ അന്ന് വാങ്ങിച്ചു തന്നില്ല. അതുകൊണ്ട് വലിയ ഉപയോഗമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ കല്യാണത്തിന് ഞാൻ വൈറ്റ് സാരിയിൽ നല്ല വൈബ്രൻറ്റ് കളേഴ്സ് വരുന്ന രീതിയിലുള്ള സാരി എടുക്കുകയാണ്. പിന്നെ അതൊക്കെ മറന്നു. പിന്നെ പിങ്കൊക്കെ എടുത്തു. അങ്ങനെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. ഈ തൈര് രക്ഷയില്ല. ഭയങ്കര ഇങ്ങനെ ഒരു പഞ്ചാബി തൈരല്ലേ ഇത്? പഞ്ചാബി ദഹി. എന്താ യൂഷ അങ്ങനെയുണ്ട് മാളു? മേഘുക്ക് മാളു മേഘു എപ്പോഴും മാറിക്കൊണ്ടിരിക്കണം. മാളു ഞാനമ്മ വിശന്നിട്ട് ചോറ് കഴിക്കുമ്പോ അമ്മ കൃത്യസമയത്ത് ചോറ് കഴിക്കണ ആളാ. 7 മണി എന്നുണ്ടെങ്കിൽ ഡിന്നർ കഴിച്ചിരിക്കും. ആ കുറച്ച് 12 എന്നുണ്ടെങ്കിൽ ലഞ്ച് കഴിച്ചിരിക്കും. പക്ഷെ പോണേന്റെ പിന്നെ അമ്മ കുറച്ച് ചോറ് കഴിച്ചായിരുന്നു. 2ാമത്തെ ചോറാ. സെക്കൻഡ് ട്രിപ്പാണ്. പാനിപൂരിക്കുള്ള ഗ്യാപ്പ് വരലുണ്ട്. വേറെ വയറുണ്ട്. അടിപൊളി അടിപൊളി. നല്ല രസമുണ്ട്. ആ കളർ നല്ല രസമുണ്ട്. പുറത്ത് നല്ല കോരി ചൊരിയണ മഴ കേട്ടോ. നല്ല അടിപൊളി മഴയാണ്. ബോംബെ മാർക്കറ്റിലോട്ടാണ് നമ്മൾ പോണത് സാരി എടുക്കാൻ വേണ്ടിയിട്ട്. കയറുന്ന വരെ മഴ ഉണ്ടായിരിക്കുള്ളൂ. കയറി കഴിഞ്ഞാൽ മഴ നനയില്ല എന്നാണ് സന്ധി ചേച്ചി പറഞ്ഞത്. കേൾക്കുന്നുണ്ടോ? നമ്മൾ പോകുമ്പോൾ നല്ല ഉഷാറ് മഴയായിരുന്നു കേട്ടോ. പല റോഡുകളും വെള്ളം കയറിയിട്ട് നമുക്ക് പോകാൻ പറ്റാത്ത വഴിയിൽ കൂടെയൊക്കെ പിന്നെ വളഞ്ഞ് വേറെ റൂട്ടിൽ കൂടെയൊക്കെയാണ് സന്തോഷമായിട്ട് നമ്മൾ ബോംബെ മാർക്കറ്റിൽ എത്തിച്ചത്. ബോംബെ മാർക്കറ്റ് തിരക്കേടുണ്ടായിരുന്നില്ല, ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. നടക്കുമ്പോൾ എല്ലാവരും നമ്മളെ വിളിച്ചിങ്ങനെ കയറ്റും. അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ വീണ്ടുണ്ട്. കാഞ്ചീപുരം സാരി നോക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് മെയിനായിട്ട് അമ്മയാണ് കേട്ടോ ഷോപ്പിംഗ് ചെയ്യുന്നത്. അപർണയുടെ കല്യാണത്തിനുള്ള, അതായത് കല്യാണം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇവൻറ്റ്സിനുമുള്ള ഷോപ്പിംഗ് ഇന്ന് നമ്മൾ തീർക്കുന്നതാണ് പറയണത്. എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ ഓരോരോ ഇവൻറ്റ്സിന് എടുക്കേണ്ട എന്താ ഏകദേശം ഇങ്ങനെ ഒരു ധാരണയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊത്തൊരു സാധനം കാണുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് വാങ്ങിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ദിവസം എൻ്റെ ഷോപ്പിംഗ് ഞാൻ കൊച്ചിയിൽ പോയിട്ട് തീർക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അമ്മ എടുത്ത ടൈപ്പ് സാരി അവർ നമുക്ക് ഡ്രേപ്പ് ചെയ്ത് തരില്ല കേട്ടോ. അതിങ്ങനെ ഉടഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതല്ലാതെ ഇപ്പം മേഘു എടുത്തിരിക്കുന്ന ടൈപ്പ് സാരി ഇല്ലേ, കുറച്ച് ഇങ്ങനെ കുഴഞ്ഞു കിടക്കുന്ന പോലത്തെ, അങ്ങനത്തെ സാരി അവർ നമുക്ക് പ്രോപ്പർലി ഡ്രേപ്പ് ചെയ്ത് തരും. ഈ സാരി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതിനൊരു 12,000 എന്തോ ആയിരുന്നു റേറ്റ് വരുന്നത്. അതിൻ്റെ തന്നെ ഒരു ചെറിയ കളർ ചേഞ്ചാണ് അമ്മ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നത്.
റിസപ്ഷന് വേണ്ടിയിട്ട് ചെറിയൊരു കൺഫ്യൂഷനിലാണ് എടുക്കണോ വേണ്ടതെന്ന്. ഞാനൊരു ലിനൻ്റെ സാരി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനത്തെ സാരികളാട്ടോ കൂടുതൽ ഇഷ്ടം. ഇതിൻ്റെ തന്നെ ഒരു എന്താ പറയുക വയലറ്റ് കളർ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഗ്രീൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനൊന്ന് ചുമ്മാ ഡ്രൈപ്പ് ചെയ്ത് നോക്കിയതാണേ. ഇത് വിത്ത് ബ്ലൗസാണ് വരുന്നത്. പക്ഷെ അതേപോലെ തന്നെ നല്ല ബ്ലാക്ക് ആയിട്ടുള്ള ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരിക്കും. അങ്ങനെ ഷോപ്പിംഗ് ഗംഭീരമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് എനിക്കും മാളൂനും ഒരേ സ്വഭാവം ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത്. ദേ ഇങ്ങനെ നടക്കുമ്പോൾ കൈ ബാക്കി കെട്ടി നടക്കുന്നത്. ഞാനും എൻ്റെ അച്ഛനും മാത്രം ഇങ്ങനെ നടക്കുകയെന്നാണ് വിചാരിച്ചിരുന്നത്. അച്ഛനെ എന്താ നടക്ക ജനറേഷൻ. ഞങ്ങൾക്ക് സാരി ഷോപ്പിംഗ് ബോറടിച്ചു. ഞാൻ പാനിപൂരി കഴിക്കാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ തിന്നാൻ വേണ്ടി സുഹൃത്തിൽ വന്ന പോലെ അമ്മ ഓരോരോ സാരി നോക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ എടുക്കണ്ടേ ഏതാ എടുക്കണ്ടേ. തൽക്കാലം ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ഞാൻ ഒരു ലിനൻ്റെ സാരി എടുത്തു അല്ലേ. ഇനി ഇവർ നിർത്തിയാൽ നോക്കുക കഴിക്കാൻ പോവാം. എനിക്ക് വിശക്കുന്നുണ്ട്. തീരുമാനമാവുന്നു. അമ്മ വല്ല കരിമ്പുകാട്ട് കയറിയ ആനേനെ പോലെ ആയിട്ടുണ്ട്. എനിക്ക് പൊടി മുഴുവൻ മുഖത്തടിച്ചിട്ട് എൻ്റെ അലർജി വീണ്ടും ട്രിഗർ ആയിട്ടുണ്ട്. അവിടെ നിന്നുള്ളത് പോലെ കുരയ്ക്കാനും കടിക്കാനൊക്കെ ആയിട്ടുണ്ട്. രസമുണ്ട്. സാരി കണ്ട് 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 സാരി കണ്ട് 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 ഛർദിക്കാൻ വരുന്ന അവസ്ഥ എനിക്ക്. എത്ര സാരി ഒന്ന് കണ്ടിക്കണമെന്ന് അറിയോ. ചില്ലറ സാരി എന്ന വിചാരം. എല്ലാം പേസ്റ്റൽ ഷെയ്ഡ്സിൽ എനിക്ക് നല്ല ഇഷ്ടമായി. അത്യാവശ്യം ആൾക്കാർക്ക് വേണ്ടതൊക്കെ കിട്ടിയപ്പോഴാണ് പെട്ടെന്ന് ഞാൻ കോഴിക്കോട് അമ്മയ്ക്ക് ഒന്നും എടുത്തില്ലല്ലോ എന്ന് ആലോചിച്ചത്. ഞാൻ പ്ലാൻ ചെയ്തിട്ടൊക്കെ വന്നിരുന്നത്. പക്ഷെ അത്രയും തുണികൾ ഒരുമിച്ച് കണ്ടപ്പോഴേ വയ്യാതെ പോയി. പിന്നെ അമ്മയ്ക്ക് ഒരു ചുരിദാർ എടുക്കട്ടെ, അല്ലെങ്കിൽ കുർത്ത. എനിക്ക് ഷോപ്പിങ്ങിന്റെ ക്രേസ് എവിടുന്നാണ് കിട്ടിയെന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടെങ്കിൽ ദേ കണ്ണ് തുറന്ന് ഇങ്ങോട്ട് നോക്കൂ. അമ്മയുടേതാണ്. അമ്മയ്ക്ക് എന്തൊരു ഇഷ്ടമാണെന്നറിയോ കടയിൽ പോകാനും സാരിയും ചുരിദാറും അതേപോലെ തന്നെ കുർത്തിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് ഇവിടെ കയറിയതിന് ശേഷം അമ്മ ഒരുപാട് കുർത്തിയും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. ഞാൻ ദേ ഈ കാണുന്ന ഒരു കുർത്തയാണ്. കുർത്തയല്ല, ഇതൊരു 3 പീസാണ്. ഇതാണ് ഞാൻ അമ്മയ്ക്ക് വേണ്ടി എടുത്തത്. അമ്മയ്ക്ക് ഇതൊരു അവസാനമല്ല എന്നൊക്കെ തോന്നുന്നു. ഇത്രയും സാധനങ്ങൾ ഞാൻ ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. വാങ്ങി ഇറങ്ങിയിട്ടും അമ്മയ്ക്ക് ഇനി 2-3 സാരി ഉണ്ട് അത്ര. ഇന്ന് നമ്മൾ കുറച്ച് മെനക്കെട്ട് നടന്നെങ്കിലും ഇന്ന് ഒറ്റ ദിവസം കൊണ്ട്, ഒരു ദിവസം എന്നൊന്നും പറയാനില്ല, ഒരു അര ദിവസം കൊണ്ട് അപർണയുടെ കല്യാണം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇവൻറ്റ്സിനുള്ള ഷോപ്പിങ്ങും അമ്മ തീർത്തിട്ടുണ്ട്. നല്ല നല്ല അടിപൊളി സാരി കിട്ടിയിട്ടുണ്ടായിരുന്നേ. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട് മനസ്സ് അറിഞ്ഞ് നമ്മൾ അങ്ങനെ ഷോപ്പ് ചെയ്യണമെന്ന് പറയുമല്ലോ, അങ്ങനെ ഇഷ്ടപ്പെട്ട സാരികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ചധികം കടകളിലൊന്ന് കയറി ഇറങ്ങേണ്ടി വന്നു ഇഷ്ടപ്പെട്ടത് കിട്ടാൻ വേണ്ടിയിട്ട്. മഴയും എന്താ പറയുക വണ്ടി കിട്ടാനുള്ള മെഴുകലും എൻ്റെ ഫോണിലെ ചാർജ് അവിടുത്തെ കണ്ടിന്യൂറ്റി എനിക്കൊന്ന്. ഈ ഒരു പോക്കിൽ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. നമ്മൾ പാനിപൂരി കഴിക്കാൻ വേണ്ട പോണേ കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ പാനിപൂരി കഴിച്ചു തുടങ്ങിയത് ഇവിടെ നെതർലാൻഡ്സിൽ പോയതിനു ശേഷമായിരിക്കും, ഗീതുവിനെയൊക്കെ പരിചയപ്പെട്ടതിന് ശേഷം. അപ്പോൾ ഇങ്ങനെ റെസ്റ്റോറൻറ്റ്സിൽ പോകുമ്പോൾ ഗീതുവിന് പാനിപൂരി, ബേൽപൂരി, മസാൽപൂരി ഒക്കെ ഇഷ്ടമുള്ളത് ഞാൻ അതൊക്കെ ഓർഡർ ചെയ്യാറുണ്ട്. അത് ടേസ്റ്റ് ചെയ്ത് ഇപ്പം ഇവിടെ വന്നപ്പോൾ ഈ കാണുന്ന പോലെ എനിക്കൊന്ന് ട്രൈ ചെയ്യാൻ ഒരാഗ്രഹം. ഇവിടെ അത്യാവശ്യം നല്ല വൃത്തിയിലാട്ടോ അവർ സെർവ് ചെയ്യുന്നത്. അങ്ങനെ ഇവർ പോയി കഴിക്കാറുള്ളൊരു സ്ഥലം നോക്കിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. സാധാരണ പുള്ളി ഗ്ലവ് ഒക്കെ ഇട്ടാൽ സെർവ് ചെയ്യാറെന്ന് പറഞ്ഞ്, പക്ഷേ ഇന്നെന്തോ ഗ്ലവ് ഒന്നും കണ്ടില്ല. പക്ഷെ എന്നാലും ബാക്കിയെല്ലാം നല്ല നീറ്റായിരുന്നു. ഇതിലുള്ള ഓരോന്നും വേറെ വേറെ ഫ്ലേവേഴ്സ് ആയിരുന്നു കേട്ടോ. നമുക്ക് ഒരു പ്ലേറ്റിൽ വരുന്നത് 3 റൗണ്ടാണ്. ഏതെങ്കിലും ഫ്ലേവർ റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം, ഏതെങ്കിലും സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. വയറങ്ങോട്ട് പൊട്ടി തകരാനായി 12 പാനിപൂരി അല്ല 10 പാനിപൂരി പോരാന്നാണ് പറയണത്. ഞാൻ പാനിപൂരി കഴിച്ചിട്ട് എന്റെ സ്റ്റാർട്ടറായിട്ടേ കണക്കാക്കിയുള്ളൂ. പക്ഷെ ഇവിടെ നിങ്ങൾ ഡിന്നർ പാനിപൂരി ആവാറില്ലേ? ഞങ്ങൾ മലയാളികൾ ചോദിക്കും എവിടെ മെയിൻ കോഴ്സ്. പാനിപൂരി നമുക്ക് സ്റ്റാർട്ടേഴ്സാ. സ്നാക്സ് പറഞ്ഞിട്ട് ഇതാ കൊണ്ടുപോകും. എങ്ങനെയുണ്ട് ഇഷ്ടം? അടിപൊളി. എനിക്ക് ഇഷ്ടം ദഹിപൂരി.
സ്പൂണെടുക്കാം. അത് പ്രിപ്പയർ ചെയ്യണത് ഈ കൈ എടുക്കൂ. കുറേ ഉണ്ട്. ദഹിപൂരിയൊക്കെ ഉണ്ടല്ലോ നമ്മൾ വായയിലോട്ടങ്ങ് ഇട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അനങ്ങാൻ പറ്റില്ല. അമ്മാരി സൈസുള്ള പൂരീസായിരുന്നു. അമ്മ അതേ കഴിച്ചതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് മിണ്ടാൻ പറ്റാതെ ഇരിക്കുക കേട്ടോ. പക്ഷേ ഞാൻ ഇത്രയും കാലം കഴിച്ചതിൽ നല്ല ടേസ്റ്റുള്ള വെജിറ്റേറിയൻ ഫുഡായിരുന്നേ. നല്ല ഇഷ്ടപ്പെട്ടു. ചോല ഭട്ടൂര്, മഞ്ചൂരിയൻ എല്ലാം അടിപൊളിയായിരുന്നു. നിങ്ങൾക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ. ഇനി നമുക്ക് നാട്ടിൽ നിന്ന് കാണാം കേട്ടോ. ബൈ.